Dear students, welcome to the class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീനിങ് എഫിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഫ് എം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എഫ് എമ്മിൻ്റെയും മെയിൻ എയിമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതിൽ പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ജനറലി റിഗാർഡഡ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസസ്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മിൽട്ടൺ ഫ്രൈഡ്മാൻ, the main objective of business is to earn maximum profit. According to him, the business of business is business. The main objective of financial management is to safeguard the economic interest of the persons who are directly or indirectly connected with the company, that is, shareholders, creditors, employees, and others. These parties, especially shareholders and creditors, have contributed funds with which the company carrying on its operations. Hence, they must get maximum profit. But this is possible only if there is maximum profit. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഈ ഫ്രൈഡ്മാൻ പറയുന്നത് ബിസിനസ് ഓഫ് ബിസിനസ് ഈസ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സാണ്. ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതായത് നമ്മളെപ്പോഴും എന്താണ്, ഒരു എക്കണോമീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വേണ്ടത്? പ്രോഫിറ്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രോഫിറ്റാണ് നമ്മുടെ മെയിൻ സേഫ് ഗാർഡ് ഓഫ് ബിസിനസ്. അപ്പോൾ ബിസിനസ്സിനെ സംരക്ഷിക്കുന്ന ഒരു സേഫ്റ്റി മെഷറാണ് എന്ത്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും എന്തായിപ്പോവും? ഡൗൺ ആയിപ്പോവും. കാരണം എല്ലാ ബിസിനസ്സിൻ്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്തുള്ളൂ? ഫ്യൂച്ചറിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മളെ കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവും? വെൽത്ത് ഉണ്ടാവും. നമ്മളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. കൂടാതെ ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, നമുക്ക് ആളുകൾ പണം കടം തരണമെങ്കിൽ നമ്മൾ നല്ല പ്രോഫിറ്റുള്ള ബിസിനസ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ദെൻ കൂടാതെ എംപ്ലോയീസ്, നമുക്ക് വർക്കേഴ്സ് വേണമെങ്കിൽ, എംപ്ലോയീസ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് നല്ല വേജസ് കൊടുക്കണം. അപ്പോൾ നല്ല വേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞത്? നമുക്ക് എന്തുണ്ടാവും? ബിസിനസ്സിന് നല്ലൊരു ഉയർച്ച ഉണ്ടാവും, ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്. ദെൻ അഡ്വാൻറ്റേജസ്. പ്രോഫിറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ മെഷറിംഗ് ദ സക്സസ് ഓഫ് എഫിഷ്യൻസി ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് എടുത്താലും ഫസ്റ്റ് ചോദിക്കുക എന്താണ്? ആ ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ എന്താ ചോദിക്കുക? അവിടെ എത്ര സാലറി ഉണ്ട്, അല്ലേ? ഫസ്റ്റ് നമ്മളതല്ലേ ചോദിക്കുക, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതേപോലെ ഒരു ബിസിനസ്സിനെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കയ്യിൽ ഒരുപാട് എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം ഷെയറിൽ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്യുക. എന്താ ചെയ്യുക? ആ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നു അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റാണ് എന്ത്? സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു ഒരു ക്രൈറ്റീരിയ ആണ് എന്ത്? പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. നമുക്ക് എന്താ പറയുക, കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ആര് വേണം? പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ മേലെയാണ്, പ്രോഫിറ്റിൻ്റെ മേലെയാണ്. ദെൻ മാക്സിമം പ്രോഫിറ്റ് മീൻസ് മാക്സിമം റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് അട്രാക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ പ്രോഫിറ്റ് അട്രാക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ദെയർ സേവിങ്സ് ഇൻ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അട്രാക്റ്റ് ചെയ്യണം ആരാ? ഇൻവെസ്റ്റേഴ്സിനാണ്. ടു ഇൻവെസ്റ്റ് ഇൻ ദെയർ മണി, അവരുടെ പണം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റാണ് എന്ത് ചെയ്യുന്നത്? ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. ദെൻ ക്രിറ്റിസിസം. ഇപ്പോൾ അഡ്വൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ സം ക്രിറ്റിസിസംസ് ആർ ദെയർ. അതിൽ പറയുന്നത് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ, ഹെൻസ് പ്രോഫിറ്റ് കനോട്ട് ബി അസർട്ടൈൻ വെൽ ഇൻ അഡ്വാൻസ് ആസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മാക്സിമൈസ് വാട്ട് ഈസ് അൺനോൺ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല?
ഫ്യൂച്ചറിൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാകും നമുക്ക് പറയാനും പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അത് കൂട്ടണം എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഒരു ഡ്രോബാക്കാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ലീഡ്സ് ടു എക്സ്പ്ലോയിറ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമ്മൾ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ എയിം ആകുമ്പോൾ അതിൻ്റെ ബാക്കിൽ എന്താ പ്രവർത്തിക്കുക, 10 രൂപേൻ്റെ പ്രോഡക്റ്റ് 12 രൂപയ്ക്ക് വിൽക്കുക. അതാർക്കാണ് ബേർഡൻ? കസ്റ്റമേഴ്സിനാണ്. അതേപോലെ വർക്കേഴ്സ് 9 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ 8 മണി മുതൽ 5 മണി വരെ ആക്കുക. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനെയും എന്ത് ചെയ്യാണ്, എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത്. അതൊരു ഡ്രോബാക്കാണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ വെൽഫെയർ ഓഫ് സൊസൈറ്റി. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് മാത്രം ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യമാകുമ്പോൾ അവിടെ സൊസൈറ്റീൻ്റെ വെൽഫെയർ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ വെൽഫെയർ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ്, ക്രിറ്റിസിസമാണ്. അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇനി രണ്ടാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത്. അപ്പോൾ പ്രോഫിറ്റ് അവിടെ വെച്ചാൽ രണ്ടാമത്തെ എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ. നോക്കാം. മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് മീൻസ് മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻ ലോങ് റൺ. അപ്പം നമ്മൾ മാർക്കറ്റിൽ പ്രൈസ് കൂട്ടുക എന്നുള്ളതാണ് എന്ത്, മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. എവറി ഫിനാൻഷ്യൽ ഡിസിഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് decision criterion of FM decision because it removes the limitation of profit maximization criterion. The wealth maximization approach aims at maximizing the wealth of shareholders by increasing earnings per share. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്, അവരുടെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക എന്നുള്ളതാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺ കൊടുക്കുക, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തെടുക്കാം. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, പ്രോഫിറ്റ് കൂടുതൽ വേണം. പ്രോഫിറ്റ് കൂടുതലുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആരുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ്, പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കണം. സോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ മേലെയാണ് ആര് വരുന്നത്, വെൽത്ത് മാക്സിമൈസേഷൻ വരുന്നത്. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബെനിഫിറ്റ് ക്യാൻ ബി മെഷേർഡ് ക്ലിയർലി. നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെറ്റ് എഫക്റ്റ് നോക്കാം, ആരൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ നമ്മളിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി അതാണ് നമ്മുടെ FMൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നൊരു സാധനം. നമ്മളിനി ഏത് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അവിടെ TVM കൺസിഡർ ചെയ്യും, ടൈം വാല്യൂ ഓഫ് മണി. അതായത് ഇന്ന് നമുക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നാളെ നമുക്ക് 12 രൂപ കൊടുക്കേണ്ടി വരും. പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു, വാല്യൂ കൂടി, പക്ഷേ എന്ത് ചെയ്തു, മീൻസ് പണം കൂടി, പണത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ. അപ്പോൾ അത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ. ദെൻ ഇറ്റ് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫ്രെയിമിങ് എ സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിന് ഡിവിഡൻഡ് പോളിസി, എത്ര ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കണം, എത്ര നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യണം, അതായത് റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് കയ്യിൽ വെക്കണം. ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ ആര് സഹായിക്കും, നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് സഹായിക്കും. ദെൻ ഇറ്റ് കൺസിഡേഴ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് റിസ്ക് ഫാക്ടർ. എന്തും കൂടെ നോക്കുന്നുണ്ട്, റിസ്ക്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നവർക്കാണ് എന്ത് കൊടുക്കുക, ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആളുകൾ. നിങ്ങൾക്കറിയാം എന്താണ്, അവർക്ക് എന്തില്ല, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഒന്നും പറയില്ല, ബാക്കിയുള്ള പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, അങ്ങനെയല്ലേ പറയാം. നേരെ മറിച്ച് പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഡിബഞ്ചർ ആണെങ്കിലും അവർക്കൊക്കെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് പറയും. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് പറയില്ല, ഇത്ര പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് എന്ന് പറയില്ല. ബാക്കി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ആർക്കാണ്, ഇവർക്കാണ്. അപ്പോൾ ബാക്കി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർ നഷ്ടം സഹിക്കുകയും വേണം, അതല്ലേ സംഭവം. അപ്പോൾ എന്താണ്, റിസ്ക് ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് വാട്ട് ഫേംസ് ആക്ച്വലി ഡു. എന്താണ്, എന്ത് ചെയ്യണം എന്നുള്ളത് പറയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല എന്നാണ് പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് ഇൻക്രീസിങ് വെൽത്ത് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി. ഇപ്പോൾ ഓരോ കമ്പനി, ഇപ്പോൾ വെൽഫെയർ എന്ന് പറഞ്ഞാൽ, വെൽത്ത് എന്ന് പറഞ്ഞാൽ പല കമ്പനീസിനും പലതായിരിക്കും. ചിലതിൽ എന്തായിരിക്കാം, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് മാത്രമായിരിക്കില്ല, അവർക്ക് കൊടുക്കുന്ന ബോണസ്, റൈറ്റ് ഇഷ്യൂ, ഇതൊക്കെ കൺസിഡർ ചെയ്യും. ചില കമ്പനിയിൽ എന്താണ്, പ്രോഫിറ്റ് മാത്രമായിരിക്കും. അപ്പോൾ അത് കമ്പനീസ് ടു കമ്പനി എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സോഷ്യലി ഡിസൈറബിൾ. എന്താണ് ഇത്, വെൽഫെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കുള്ളതല്ല, ആർക്കാണ്, ഓൺലി ഫോർ ഷെയർ ഹോൾഡേഴ്സാണ്. വെൽത്ത് മാക്സിമൈസേഷൻ കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനാണ് ബേസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ സൊസൈറ്റീനെ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നില്ല. ഇതാണ് ക്രിറ്റിസിസം.
ഇനി മൂന്നാമത്തതുണ്ട് വാല്യൂ മാക്സിമൈസേഷൻ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.